നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് കേട്ടോ. ഇതൊരു ഡ്രൈ ഐറ്റമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ പകരമായിട്ട് വെജിറ്റേറിയൻസിന് അത്രയും ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. വേറെ ഒന്നുമല്ല, സോയ ചങ്ക്സ് ഡ്രൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സമയം കളയാതെ നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു സോയ ചങ്ക്സ് ഡ്രൈ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മുടെ മെയിൻ ആളായ സോയ ചങ്ക്സ് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള സോയ ചങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം, അളവൊന്നും പറയുന്നില്ല, ഈ സോയ മുങ്ങി നിൽക്കാനുള്ള അളവിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ 2 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണിത്. സവാള വേണം, 1 സവാളയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ എന്താ, 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി വേണം, ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി നമുക്ക് കട്ടിങ് പരിപാടി തുടങ്ങാം. സവാള ദാ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു നൈസായിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു വലുപ്പം മതി. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സോയ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളമൊക്കെ കണ്ട ഫുൾ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പം നല്ല വലുതായി വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയത് കിട്ടും, ചെറുതാണെങ്കിൽ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതാ ഈ ഒരു വലുപ്പത്തിൽ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ സോയ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സോയ ഇട്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പം അതിലുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കുതിർത്ത് വെച്ച് പിഴിഞ്ഞ് കളഞ്ഞാലും കുറച്ചൊന്ന് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഇതുപോലെ ഡ്രൈ ആയി വരണം. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കളറൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നമുക്കിതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ശരിക്കും ആ മസാലയ്ക്ക് ഒന്ന് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തു. ഈ ഒരു വെള്ളം ശരിക്കും മസാലയ്ക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എല്ലായിടത്തും പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം മുഴുവൻ വറ്റി വരണം. വറ്റി വന്നിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാം. അടച്ചു വെക്കുന്നില്ലെങ്കിൽ ഒന്നുമില്ല, ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, ഒരു 3/4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. ഇത് ശരിക്കും ചേർക്കണം നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും നിർബന്ധമല്ല, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന് കിട്ടുക. അപ്പോൾ ചേർക്കുന്നത് എന്തായാലും നല്ലതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, കാരണം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ പച്ചമുളകിൻ്റെതായ ഒരു ടേസ്റ്റ് വരാനല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയല്ല, പക്ഷേ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് സോയ ചങ്ക്സ് ഇട്ട് ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന്. വെജിറ്റേറിയൻസിനൊക്കെ സോയ എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കും. അതുപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.